അതുപോലെ ഇവൻ ഏതോ ആർക്കോ എഗ്രിമെന്റ് ഉണ്ടാക്കിയിട്ടുണ്ട്, ഏതോ അവളെ മക്കളെ നോക്കാവുന്ന, ഏതോ അവളെ മക്കളെ നോക്കാവുന്ന ആളാണ് നീ എഗ്രിമെന്റ് ഉണ്ടാക്കിയത്. നീ എഗ്രിമെന്റ് ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഏതാ ആരെയാ? നീ എന്തോ എഗ്രിമെന്റ് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്? എഗ്രിമെന്റുമായിട്ട് നടക്കുക. നീ ഇവിടെ എഗ്രിമെന്റ് ഒന്നും ഉണ്ടാക്കാൻ പറഞ്ഞതല്ല. എഗ്രിമെന്റ് ഉണ്ടാക്കാൻ നടക്കുക. എഗ്രിമെന്റുകാരുടെ ഏതുകൊണ്ടും കൂടാണ് പണക്കാരനാവാനായിട്ടിരിക്കുന്നത്. പണക്കാരനും ദീപായപ്പണിക്കാരന്റെ വസ്തു തട്ടി എടുത്തേക്ക് ഇങ്ങനെ ഇരിക്കുക. പണക്കാരനും പണക്കാരിയാവാൻ എന്തെല്ലാം ആ എഗ്രിമെന്റുകൾ ഇങ്ങനെ നടക്കുക. എഗ്രിമെന്റും ഒക്കെ ആയിട്ട് കുറെ അവൾമാരും അവന്മാരും എന്തോ എഗ്രിമെന്റ് ആണെന്ന്. എഗ്രിമെന്റ് എഗ്രിമെന്റുമായിട്ട് നടക്കുക. മണ്ടക്കോട്ട് ഇന്നലെ അടിക്കുമായിരുന്നു. ശ്വാസം മുട്ടിച്ച് ഇത് അറ്റാക്ക് വരുത്തി കൊല്ലാനായിരുന്നു ഇന്നലെ പരിപാടി. ശ്വാസം മുട്ടിച്ച് ഓക്സിജന്റെ അളവ് കുറച്ച് ഹാർട്ട് അറ്റാക്ക് വരും. അങ്ങ് റെഡിയാക്കാമെന്ന് വിചാരിച്ച്. നിന്റെ ബുദ്ധി ഇല്ലാത്തവരുടെ നടത്തിയാൽ മതി. നിന്റെയൊക്കെ സാമാൻ, നിന്റെയൊക്കെ ബാലിബുദ്ധി. നിന്റെയൊക്കെ നിന്റെ അതിബുദ്ധിയെക്കാട്ടിൽ അതിലും വലിയ ബുദ്ധിയെ എനിക്കുള്ളത് കേട്ടോടാ. നിന്റെയൊക്കെ അതിബുദ്ധിയെക്കാട്ടിൽ വലിയ ബുദ്ധി എനിക്കുണ്ട്. നിന്റെയൊക്കെ അതിബുദ്ധിയെക്കാട്ടിൽ വലിയ ബുദ്ധി. നീ എന്തോ വിചാരിച്ചത് നിന്നെയൊക്കെ കുറിച്ച്, എന്നെ കുറിച്ച് എന്തുവാടാ വിചാരിച്ചത്? നിനക്ക് ഈസി ആയിട്ടത് കൊണ്ടേക്കോ അങ്ങ് എല്ലാം കൂടെ എടുത്തങ്ങ് സപ്രപഞ്ചത്തിലോട്ട് കയറാമെന്ന് വിചാരിച്ചോടാ. നീ അങ്ങ് വിചാരിച്ചോ സപ്രപഞ്ചത്തിലോട്ട് ഇരിക്കാമെന്ന്? ഒന്നേറ്റങ്ങ് സപ്രപഞ്ചത്തിലോട്ട് ഏതോ അവർക്കും അവനും കൂടി ഇരിക്കാമെന്ന് വിചാരിച്ചു. എല്ലാം കൂടെ അടക്കി കഴിച്ച് സപ്രപഞ്ചത്തിലോട്ട് കയറാമെന്ന് വിചാരിച്ചു. ഏതോ വേശ്യയ്ക്ക് ഇതിനും കൂടെ കണ്ടവന്റെ മോഡലൊക്കെ മോഷിച്ച് നടക്കുന്ന ഏതോ വേശ്യയും വരും വിചാരിച്ച് ദീപായപ്പണിക്കാരനെ അങ്ങ് തട്ടിയേച്ച് ഏതോ സപ്രപഞ്ചത്തിലോട്ട് കയറാമെന്ന്. ഇങ്ങനെ ബ്ലോട്ടിങ്ങാത്തടിച്ച് വീർപ്പിക്കുക, ഡയഫ്രം ഇങ്ങനെ അനക്കാതാക്കുക, ശ്വാസം മുട്ടുമ്പം ഇങ്ങനെ ഓക്സിജൻ കുറയുമ്പോൾ നമുക്ക് അറ്റാക്ക് വരും. അങ്ങനെ ഇപ്പൊ എന്തെല്ലാം വേദകളാ കയ്യിലിരിക്കുന്നേ. അയ്യോ, വേലയൊക്കെ കൈവച്ചേരി കേട്ടോടാ. വേറെ പഠിക്കാത്ത വല്ല ബുദ്ധിയില്ലാത്തവരെടുക്കും നിന്റെ വേലയൊക്കെ എടുക്കും. നിന്റെയൊക്കെ ഇങ്ങോട്ട് എടുക്കല്ലേ നിന്റെ ഒന്നും വേല. നിന്റെയൊക്കെ വേല കരളി രോഗം, മറ്റേ രോഗം, എന്തെല്ലാം രോഗങ്ങളാ. കരളി രോഗം മോന്തയ്ക്കോട്ട് ഇങ്ങനെ അടിക്കുക തണുപ്പിക്കുന്ന സാമാനം. പിന്നെ ഇടതുഭാഗത്തോട്ടാ തികത്തേത്. സ്ട്രോക്കോ സൂക്കോ അതിനുവേണ്ടി പിന്നെ സയാറ്റിക് നെർവിലോട്ടടി. ഇടതുകാലം സ്തംഭിപ്പിക്കാനും എന്തുവാ ഇതുവാക്കാൻ വേണ്ടി ഇടതുകാലയിലോട്ടടി. എന്തെല്ലാം ആ പരിപാടികൾ. ഇങ്ങനെ പല പരിപാടികളാ. ഇടതുകാലം സ്തംഭിക്കണം, ഇടതുവശം തളർത്തണം, അറ്റാക്ക് വരുത്തണം എന്നുള്ള വിഷവാദം എല്ലാം കൂടെ മോന്തയ്ക്കോട്ട് അടിച്ചേച്ച് കരളി രോഗം എന്തെല്ലാം ആ രോഗമായിട്ട് ഇങ്ങനെ നടക്കുക. കുറെ അവന്മാര് കള്ളജന്തു, കള്ളനാറികൾ ഇങ്ങനെ നടക്കുക. പിന്നെ പാലിനകത്തും പഞ്ചസാരക്കകത്തും ഒക്കെ ഇങ്ങനെ ഏതാണ്ടെല്ലാം ചേർത്ത് വെച്ചിരിക്കുക. പാൻക്രിയാസ് കഴിക്കുക. അങ്ങനെ ഷുഗർ വരണം. ഷുഗർ ഇങ്ങനെ ഒരുത്തി കൊടുത്താലും ഒരുത്തന് അയാൾക്ക് ഇങ്ങനെ മനസ്സിലായി കൊടുക്കുന്നത് ഇതുപോലെ കൊടുത്ത് പെണ്ണും പിള്ളേരുടെ അടുക്കേന്ന് തിന്നുമ്പോഴേ ഉള്ളു അയാൾക്ക് ക്ഷീണം. ഭയങ്കര ക്ഷീണം അവരുടെ കയ്യിൽ നിന്ന് തിന്നുമ്പം ഒരുത്തന്. കോട്ടയത്തുള്ളതാ അവള്. കോട്ടയത്തെങ്ങാണ്ടായിരുന്നു. പാലക്കാടോ അങ്ങോട്ടായി. പിന്നെ
ഇതുപോലെ പാലക്കാട് കുറെ കള്ളരുണ്ട്. പാലക്കാടായി കള്ളരെല്ലാം പോയി അടിയുന്ന സ്ഥലം. കൊലകെട്ടിന്നും ഒക്കെ ഇങ്ങനെ ഈ ഇൻഷുറൻസ് എല്ലാം മൂട്ടിക്കൊണ്ട് പോകുന്നവരെല്ലാം പാലക്കാട്ടാ പോയി അടിയുന്നത്. സർവേ ഉണ്ടായിരുന്നു ഇങ്ങനെ പാലക്കാട് ഒത്തിരി കള്ളരുണ്ടെന്ന് വീടൊക്കെ വെച്ച് ഇങ്ങനെ. ഇവിടുന്ന് ഒത്തിരി എണ്ണം പോയിട്ടുണ്ട് ഇങ്ങനെ. ചീത്ത പോലെ അവളും കൊണ്ടുപോയി ഇയാളെ എല്ലാവരുടെ അടുത്തേന്ന് വിളിച്ചുകൊണ്ട് പോയിട്ടൊന്നും ഏതാണ്ട് മരുന്ന് കൊടുക്കുക അയാൾക്ക്. അങ്ങനെ അയാൾക്കൊന്നും ക്ഷീണം. അയാൾ 20 ഒരു മാസം വേറെ കണ്ടു കഴിച്ചു. അയാൾക്ക് ഒരു ക്ഷീണവും ഇല്ല. അപ്പം മനസ്സിലായി ഇതിനകത്ത് ഏതോ ഒരു ഇതുണ്ടല്ലോ. അങ്ങനെ അയാള് അവളുടെ കൂട്ടുകാരിയെ കൊണ്ട് ചോദിപ്പിച്ചൊക്കെ ചെയ്ത് നീ എന്തുവാ കൊടുക്കുന്നതെന്ന്. അങ്ങനെ അവളോട് ഇവള് പറഞ്ഞു ഷുഗറാണെന്ന്, ഷുഗറാണെന്ന്. നമ്മളിങ്ങനെ ആഹാരമൊക്കെ ഇവിടൊക്കെ തുറന്നു വയ്ക്കും. ഓരോരുത്തരും ഇങ്ങനെ ചേർക്കും. എനിക്കറിയാതെ എനിക്ക് ചേർത്ത് തരുമായിരുന്നു നമുക്ക് ഓരോ അസുഖം വരാന്. വെള്ളത്തിനകത്തും എല്ലാം ഇങ്ങനെ ചേർത്തങ്ങ് തരുവല്ലയോ. ഈ പാലിനകത്തിന് കുടിക്കുവാണെങ്കിൽ കാണുവാണെങ്കിൽ ഞാൻ കംപ്ലൈന്റ് കൊടുക്കും. ഏതവളായാലും ഏതവളായാലും ഈ ഓലകെട്ടിയിലെ പാലിനകത്തല്ലേ ഇത് ചേർക്കുന്നുണ്ട്. കടകളിൽ വരുന്ന പാലിനകത്ത് ഇത് ചേർത്ത് വിൽക്കുന്നു ഞാൻ പറയും. ഇത് കടകളെ അവിടെ പറയാം. ഇതെല്ലാം കോടതി കൊടുത്ത് ഞാൻ ഇതെല്ലാം സോക്കേടൊക്കെ തീർക്കും. പാലിനകത്ത് ആസിഡോരാണ്ട് ചേർത്തിങ്ങനെ പാൻക്രിയാസ് അടിച്ചു പോയി ഷുഗർ വരുത്താൻ വേണ്ടി കുറെ സാമാനം തരുന്നുണ്ട്. പാലിനകത്തും ഒക്കെ പഞ്ചസാരക്കകത്തും പാലിനകത്തും. എന്താ തെളിയിക്കാം. എന്താ തെളിയിക്കാതിരിക്കാൻ? എനിക്കവിടെ പറയാലോ. കോടതി കൂടെ അന്വേഷിക്കട്ടെ. ഇത് തെളിയിച്ച് ഇവിടെ വന്നില്ലയോ ഒരുത്തം വെള്ളത്തിനകത്ത് കലക്കാനോ അല്ലെ പിടിക്കട്ടെ. അല്ലെ ഫോണും കൊണ്ട് നടക്കുന്നവരുടെ എല്ലാ ഫോട്ടോ എൻ്റെ കയ്യിലുണ്ടല്ലോ. അവന്മാരെ ഇങ്ങനെ പിടിക്കട്ടെ. എന്തോ തെളിയിക്കാൻ ഇത്ര പാടും. അവളുമാരെ പിടിച്ച് ഇരിക്കാൻ മതി. നല്ല ശരിക്ക് കുട്ടച്ചാരെയൊക്കെ പിടിച്ച് നല്ല ശരിക്ക് ഇടി കൊടുത്താൽ മതി. അവൻ്റെ ചെവി പിടിച്ചിട്ട് നല്ല ശരിക്ക് ഇരിക്കാൻ മതി. അവൻ പറയുന്നേരം നീ എന്തുവാ ഫോണും കൊണ്ട് എപ്പോഴും ഇരിക്കുന്നതെന്ന് പറയാന്മാര്. ഇവിടെ ഉള്ളവരെയും പറയാനറിയാം, എല്ലാവരെയും പറയാനറിയാം. പിന്നെ ഇവിടെ എൻ്റെ 5 ക്യാമറ അടിച്ചു പൊട്ടിച്ചോ തെളിയിക്കാൻ എൻ്റെ ഇരിപ്പുണ്ടല്ലോ. ഇപ്പൊ ഇപ്പോഴും കിടപ്പില്ലയോ ക്യാമറയുടെ ബാക്കിയല്ല. അടിച്ചു പൊട്ടിക്കുന്ന ഏതവന്മാരാണ് എൻ്റെ കയ്യിലുണ്ട്. ആര് പറഞ്ഞിട്ടാണ് അവന്മാരോട് ചോദിക്കട്ടെ എന്തുവായിരുന്നു ഉദ്ദേശം. ഇതേ കിടപ്പുണ്ടല്ലോ എല്ലാം. ഇതെന്തുവാ എൻ്റെ കയ്യിലെല്ലാം കിടപ്പുണ്ട്. ആ കൊടുക്കാനാ ഫോണും കൊണ്ട് കടയിൽ ചെല്ലുമ്പോൾ നിൽക്കുക ഇങ്ങനെ. ദോശക്കല്ലേന്ന് എനിക്കൊന്നും അറിയണം. ദോശക്കല്ലേ ചൂടിലുണ്ട് നമ്മുടെ മുഖത്തോട് ചൂടടിക്കുമോന്ന്. ഒരു സൈഡിലോട്ട് എല്ലാം ഇടത് സൈഡിലോട്ടാ കൂടുതൽ. ഇടത് സൈഡിലോട്ടാ ചൂടടി. PNR നമ്പർ OTP 2 OTP രണ്ടവളുമാർ എന്തിനായിരുന്നു എനിക്ക് OTP വിട്ടേന്ന് എനിക്കൊന്ന് അറിയണം. ഒരേ വസ്തുവിന് 2 OTP വിട്ട എന്തിനാന്ന് എനിക്കൊന്ന് അറിയണം. അവളെ അവന്റെ ഫോൺ നമ്പർ ഞാൻ വിളിച്ചിട്ടുണ്ട്. അവിടെ അവന്റെ ഫോൺ നമ്പർ എനിക്കൊന്ന് അറിയണം. ഗവൺമെന്റിൽ നിന്ന് ഒരു വസ്തുവിന് OTP വിടുന്നതിന് എത്ര പ്രാവശ്യം OTP വിടുമെന്നുള്ളത് എനിക്കൊന്ന് അറിയണ്ടല്ലോ. എത്ര പ്രാവശ്യം OTP വിടുമെന്ന് എനിക്കൊന്ന് അറിയണം. ഇത് OTP നമ്മുടെ ഫോൺ നമ്മളാ ഇന്ന ആളെന്ന്, നമ്മുടെ ഫോൺ നമ്പരാ നമ്മളാ ഇന്ന ആളെന്ന് അറിയാനുള്ള നമ്പർ ഇങ്ങനെ അവന്മാരാ ഇങ്ങനെ വിടുന്നത്. അപ്പൊ നമ്മുടെ ഫോണിൽ അത് വരുവാണെങ്കിൽ നമ്മളത് പറയുമ്പോൾ ശരിയാണെങ്കിൽ നമ്മളത് മനസ്സിലായില്ലയോ. അതാ OTP. PNR നമ്പർ വെച്ച് കുറെ ഡ്രാമ അതും കിടപ്പുണ്ട്. PNR നമ്പറിന്റെ ഡ്രാമയും കിടപ്പുണ്ട്. ബസ്സിൽ പോകാൻ ബുക്ക് ചെയ്തേണ്ടത് PNR നമ്പർ. പല പല ഡ്രാമകളാ. PNR നമ്പർ OTP ഒക്കെ വെച്ച് കുറെ കള്ളത്തരമായിട്ട് നടക്കുക. ബുക്ക് ചെയ്യുന്ന നമ്പറാ PNR നമ്പർ. ആ